ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി സെൽസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈമറി സെൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ വർക്കിംഗ് കൺസ്ട്രക്ഷനുമാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് ഡാനിയൽ സെൽ, ലെഗ്ലാൻഡ്ഷി സെൽ, ഡ്രൈ സെൽ, ആൽക്കലൈൻ, മെർക്കുറി, സിൽവർ ഓക്സൈഡ് ആൻഡ് ലിഥിയം സെൽസ്. അപ്പോൾ ഡാനിയൽ സെൽസ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഡാനിയൽ സെൽസിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത വോൾട്ടാക് സെല്ലിൻ്റെ സെയിം ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഡാനിയൽ സെല്ലിനുള്ളത്. അതായത് അവിടെ നടക്കുന്ന സെയിം കെമിക്കൽ ആക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇനിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ രണ്ട് ഡിഫക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോളറൈസേഷനും അതുപോലെ തന്നെ ലോക്കൽ ആക്ഷനും. അത് രണ്ടും ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് പോളറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീപോളറൈസറും അതുപോലെ തന്നെ ലോക്കൽ ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമാൽഗമേറ്റഡ് സിങ്കുമാണ് ഈ ഒരു ഡാനിയൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഒരു വെസൽ കാണാം. അതായത് അതിൻ്റെ കോപ്പർ വെസൽ എന്നാണ് പറയുക. അത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഔട്ടർ മോസ്റ്റ് വെസലായിട്ടുള്ള കോപ്പർ വെസലാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കോൺസെൻട്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഉള്ളത്. ഇനി ഈ ഒരു സൊല്യൂഷനെ ആണ് ഇവിടെ ഡീപോളറൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ ഡീപോളറൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡീപോളറൈസറിനെ നമുക്ക് എപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആണ് നമ്മളൊരു പോറസ് സ്പോട്ട് വെച്ചിട്ടുണ്ട്. പോറസ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോറസ് സ്പോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഈ പോറസ് സ്പോട്ട്സിൻ്റെ ഉള്ളിലാണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉള്ളത്. പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അത് ഇപ്പോൾ ഈ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ ലാണ് അമാൽഗമേറ്റഡ് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം അമാൽഗമേറ്റഡ് സിങ്ക് റോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലോക്കൽ ആക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോക്കൽ ആക്ഷൻ എന്നുള്ള ആ ഒരു ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിനെ അക്രോസ് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നമ്മളിവിടെ വെച്ച് കാണിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സിങ്ക് ഇലക്ട്രോഡാണ് ഇവിടെ പോറസ് സ്പോട്ടിലുള്ള സിങ്ക് ഇലക്ട്രോഡ് അത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന H2SO4ലേക്ക് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡൈല്യൂട്ട് H2SO4ലേക്ക് ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സിങ്ക് സൾഫേറ്റും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോൺസും ഫോം ചെയ്യും. ഹൈഡ്രജൻ അയോൺസ് അവിടെ നിൽക്കില്ല, അത് ആ പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിലൂടെ അത് പുറത്തുള്ള കോപ്പർ സൾഫേറ്റിലേക്ക് വരും. അതായത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ നിന്ന് ഇവോൾവ് ചെയ്യുന്നത് പുറത്തുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് വരികയും അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മാറ്റം സംഭവിച്ച് അവിടെ H2SO4 ഉണ്ടാവുകയും ചെയ്യുന്നു. ആ H2SO4ഉം അതുപോലെ തന്നെ അവിടുന്ന് റിലീസാവുന്ന കോപ്പർ അയോൺസും ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ കോപ്പർ അയോൺസ്, അവിടെ ഫോം ചെയ്യപ്പെട്ട കോപ്പർ അയോൺസ് ഈ ഒരു വെസലിൻ്റെ ചുറ്റും, അതായത് ഈ വെസലിൽ വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ കോപ്പർ വെസലിൽ ഒരു ഡീപോളറൈസേഷൻ നടക്കുന്നു. അതായത് അവിടെ ഒരു പോളറൈസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പോളറൈസിങ് നടക്കാതെ ആ ഒരു കോപ്പർ വെസലിനെ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കോപ്പറിൻ്റെ ഡിപ്പോസിഷനാണ് ഇവിടെ പോളറൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ EMF എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ EMF 1.12 വോൾട്ട് ആണ്. അതുപോലെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻറ്റേർണൽ മെറ്റീരിയൽസിൻ്റെ എല്ലാം കൂടി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 തൊട്ട് 6 ഓം വരെ വരാം.
ഇനി ലഗ്ലാൻഷ്യർ സെൽ എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് നമ്മൾ കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. ഈ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ജാറിൻ്റെ ഉള്ളിലുള്ളത് അമോണിയം ക്ലോറൈഡാണ്. ഈ അമോണിയം ക്ലോറൈഡിൻ്റെ ഉള്ളിലാണ് പിന്നെ പോറസ് സ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ പോറസ് സ്പോട്ടിൽ ഒരു കാർബൺ റോഡ് ഉണ്ട്. കാർബൺ റോഡാണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാർബൺ റോഡും അതിന് ചുറ്റും ഫില്ല് ചെയ്തിരിക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും പൗഡേർഡ് കാർബണിൻ്റെയും മിക്സ്ചറാണ്. ഓക്കെ, ഇനി കാർബൺ റോഡാണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ MnO2 അതായത് മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ഫംഗ്ഷൻ, അതായത് കാർബണിന് ചുറ്റുമുള്ള മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ഫംഗ്ഷൻ ഡീപോളറൈസറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സിങ്ക് റോഡ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഒരു അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ജാറിലുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള NH4Cl നമ്മൾ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിങ്ക് റോഡാണ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പോളറൈസേഷൻ റിമൂവ് ചെയ്യപ്പെടുന്നത് കംപ്ലീറ്റ് അല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ഹൈഡ്രജൻ ഇവോൾവിങ് വളരെ കൂടുതലാണ്. അതായത് ഡീപോളറൈസ് നടത്തുന്ന അളവിനേക്കാളും പെട്ടെന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവിടെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് സമയം അതിനൊരു ടൈം ഇൻ്റർവെൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ബാറ്ററീൻ്റെ വർക്കിങ്ങിൽ നമ്മൾ കുറച്ച് പീരീഡ് വിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്ചാർജിങ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡീപോളറൈസിങ് സാധ്യമാണ്, അല്ലെങ്കിൽ പോളറൈസിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം അവിടെ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാത്ത കേസിൽ ആ ഹൈഡ്രജൻ ഗ്യാസ് കാർബൺ റോഡിന് ചുറ്റും വന്നിട്ട് അക്യുമുലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ അക്യുമുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലിറ്റിൽ റെസ്റ്റ് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അതിൻ്റെ ഉപയോഗിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇലക്ട്രിക് ബെല്ല്, അതുപോലെ ടെലിഫോൺ പോലെയുള്ള അത്തരത്തിലുള്ള യൂസേജിനാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം അതിലൊരു ഇൻ്റർവെൽ വിട്ടിട്ടുള്ള യൂസാണ് ഇത്തരത്തിലുള്ള ബാറ്ററിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ EMF എന്ന് പറയുന്നത് 1.45 വോൾട്ടാണ് നമുക്ക് അത് EMF ബാറ്ററിൻ്റെ EMF ഉള്ളത്. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 to 5 ohm ആണ്. ഇനി ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട 2 സെൽസിലാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആ ഒരു സ്പില്ലിങ്, അല്ലെങ്കിൽ അത് തുളുമ്പി അല്ലെങ്കിൽ ഒഴുകി പോകാനുള്ള, ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി പേസ്റ്റ് രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് രൂപത്തിലുള്ള. അപ്പോൾ ആ ഡ്രൈ സെല്ലിന് എക്സാമ്പിളാണ് കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത്. ഈ കാർബൺ സിങ്ക് സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ലഗ്ലാൻഷ്യർ ടൈപ്പ് സെല്ല് ഒക്കെയാണ് ഇത് ഡ്രൈ സെൽസ് ഉള്ളത്. ഇതിൽ ഉള്ളത് കാർബൺ സിങ്ക് ടൈപ്പിൽ സിങ്ക് കണ്ടെയ്നറാണ്. അതായത് ഇവിടെ സിങ്ക് കണ്ടെയ്നറാണുള്ളത്. ഈ സിങ്ക് കണ്ടെയ്നറാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഔട്ടർമോസ്റ്റിലുള്ള ഈ കണ്ടെയ്നറാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലുള്ളത് കാർബൺ റോഡാണ്. ഈ കാർബൺ റോഡാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനാണ് ഉള്ളത്, പേസ്റ്റ് രൂപത്തിലുള്ളത് അമോണിയം ക്ലോറൈഡാണ്. ഓക്കെ, ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ് ഇൻ പേസ്റ്റ് രൂപത്തിലാണ് ഉള്ളത്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ടോർച്ചസിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് നമുക്ക് എപ്പോഴും അതിൻ്റെ ബോട്ടം പോർഷനിൽ നിന്നാണ് നെഗറ്റീവ് ടെർമിനൽ എടുക്കുന്നത്, അതുപോലെ അതിൻ്റെ മുകളിലെ പോർഷനിൽ നിന്നാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ വരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഇലക്ട്രോഡിൽ നിന്നും, നെഗറ്റീവ് ടെർമിനലിൽ വരുന്നത് അതിൻ്റെ അകത്തുള്ള സിങ്ക് ഇലക്ട്രോഡിൽ നിന്നുമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇത് ഡിക്കമ്പോസിഷൻ, ഇലക്ട്രോഡ് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് എപ്പോഴും ഡിക്കമ്പോസ് ആവും. ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഇലക്ട്രോഡ് നഷ്ടമാകുന്നുണ്ട്. സാധാരണഗതിയിൽ ആ പുറത്തുള്ള, അതായത് സെല്ലിൻ്റെ പുറത്തുള്ള സിങ്ക് ഇലക്ട്രോഡിനാണ് ആ നഷ്ടം സംഭവിക്കുന്നത്. അതൊരു ഡിഫക്റ്റാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മളത് കുറച്ച് കാലം ആ ഒരു സെല്ലിനെ വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം അതിൻ്റെ ഒരു ഇലക്ട്രോഡ്, അതായത് പുറമേയുള്ള സിങ്ക് ഇലക്ട്രോഡ് അവിടെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഡിക്കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പേസ്റ്റ് രൂപത്തിലുള്ള ഇത് നമ്മൾ ബാറ്ററി പൊട്ടി ഒലിക്കുന്ന ആ ഒരു അവസ്ഥ, അങ്ങനെ ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് വരുന്നതും ആ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോലൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഡിവൈസിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഡാമേജ് വരുത്താനും കാരണമാകും. അതാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഈ ഒരു സെല്ല് നമുക്ക് കുറേ സമയം നമുക്ക് ഒരു ഡിവൈസിൽ വെക്കുന്നത് എപ്പോഴും ഡാമേജിന് കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് സാധാരണ 1.5 വോൾട്ടാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതിലുള്ള ടൈപ്പുകളാണ് AC ആൻഡ് D സെല്ലുകളൊക്കെ. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈപ്സ് ആണ്. ഓക്കെ, കാർബൺ സിങ്ക് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ്. ഇനി ആൽക്കലൈൻ സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കും. ഇതിൽ ഉള്ളത് മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സിങ്ക് കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നുള്ളത്. സിങ്ക് കണ്ടെയ്നർ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ സിലിണ്ടർ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഫോർ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഇനി the electrolyte is made up of solution of potassium hydroxide or an alkaline solution. അതായത് ഇലക്ട്രോലൈറ്റ് ഇതിലുള്ളത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതിന് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. ഇനി ആൽക്കലൈൻ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം സ്റ്റാൻഡേർഡ് സൈസ് ആസ് കാർബൺ സിങ്ക് സെൽ ബട്ട് ആർ മോർ എക്സ്പെൻസീവ്. അതായത് കാർബൺ സിങ്ക് സെല്ലിൻ്റെ അതേപോലെയുള്ള സ്റ്റാൻഡേർഡ് സൈസാണ് ആൽക്കലൈൻ സെല്ലിനുള്ളത്, പക്ഷെങ്കിൽ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കൂടുതൽ ലോങ്ങർ പീരീഡിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് കാർബൺ സിങ്ക് സെല്ല് നമുക്ക് കൂടുതൽ സമയം യൂസ് ചെയ്യാൻ, കൂടുതൽ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേങ്കിൽ ആൽക്കലൈൻ സെൽസിൽ നമുക്ക് കൂടുതൽ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലോങ്ങർ പീരീഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് D ടൈപ്പ് ആണ്. അത് 1.5 വോൾട്ട് ആൽക്കലൈൻ സെൽസ് ആണ്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.5 AH ആണ്. കാർബൺ സിങ്കിനേക്കാളും 2 AH കൂടുതലാണ്. ഓക്കെ, ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ്, അതായത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് കൂടുതലാണ്. അതായത് അതിൻ്റെ ലൈഫ് ടൈം കൂടുതലാണ് കാർബൺ സിങ്ക് ടൈപ്പിനേക്കാളും. ഇനി മെർക്കുറി സെല്ല് എന്ന് പറയുമ്പം റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉള്ള ഇതാണ് മെർക്കുറി സെൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ ഹിയറിംഗ് എയ്ഡ്സ് അത്തരത്തിലുള്ളതിലൊക്കെയാണ് നമ്മൾ മെർക്കുറി സെൽസ് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ് ഇതിനുള്ളത്. ഇത് റൗണ്ട് ഷേപ്പിലാണ് ഫോം ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോഡ്സ് മെർക്കുറിക് ഓക്സൈഡ് ആണ് കാഥോഡായിട്ട് വരുന്നത്. അതുപോലെ സിങ്ക് ആണ് ഇവിടെ ആനോഡായിട്ട് ഉള്ളത്.
ഇനി സിൽവർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഈ മെർക്കുറി സെല്ലിൻ്റെ അതേപോലെ തന്നെയാണ് കാണാനുണ്ടാവുക. അതായത് സെയിം ആണ് അതിൻ്റെ ഒരു ലുക്ക്, അതിൻ്റെ ഒരു ഔട്ടർ ഫിറ്റ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ ഹയർ വോൾട്ടേജ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും ഹയർ വോൾട്ടേജ് 1.5 വോൾട്ട് നമുക്ക് ലൈറ്റ് ലോഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് ലൈറ്റ് ലോഡിലേക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സപ്ലൈ കൊടുക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വാച്ചസിലൊക്കെ അതുപോലെ ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എനർജി ടു വെയിറ്റ് അതുപോലെ തന്നെ എനർജി ടു വോളിയം റേഷ്യോസൊക്കെ ഇതിന് നല്ല മെർക്കുറിനേക്കാളും നല്ലതാണ്. അതായത് നല്ല റേഷ്യോ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ റെസ്പോൺസ് ആണ്. അതായത് നമുക്ക് ഒരു ടെമ്പറേച്ചർ റേഞ്ച് വരെ നമുക്കിത് നല്ല രീതിയിൽ ഇതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ സെൽസ് വളരെ സിമിലർ ആണ്. അതായത് മെർക്കുറിക് സെല്ലിൻ്റെ സിൽവർ ഓക്സൈഡിൻ്റെ സെൽസ് വളരെ സിമിലർ ആയിട്ടാണുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിൽവർ ഓക്സൈഡാണ്. പക്ഷേങ്കിൽ മെർക്കുറി സെല്ലിലാണെങ്കിൽ മെർക്കുറിക് ഓക്സൈഡ് ആയിരുന്നു അവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് വന്നത്. ഇനി ലിഥിയം സെല്ല് എന്ന് പറയുന്നത് അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ലിഥിയം സെല്ലിനുള്ളത്. അതിൽ ലിഥിയത്തിൻ്റെ കെമിക്കൽ ആക്ഷനാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.5 തൊട്ട് 3.6 വോൾട്ട് വരെയാണുള്ളത്. ഇത് വോൾട്ടേജ് കൺസിഡറബിളി മറ്റുള്ള പ്രൈമറി സെൽസിനേക്കാളും കൂടുതലാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലോങ് ലൈഫ്, ഷെൽഫ് ലൈഫാണ്. അതായത് 10 വർഷം വരെ അതിന് ലോങ്ങർ ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ എനർജി ടു വെയിറ്റ് റേഷ്യോസ് ഉണ്ട്. ഇനി ലിഥിയം സെൽസ് നമുക്ക് ഹൈ ടെമ്പറേച്ചർ റേഞ്ചിൽ, അതായത് 50 to 75 ഡിഗ്രി സെൽഷ്യസിൽ വരെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ചായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ലിഥിയം സെൽസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് പീരീഡിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് തരാനായിട്ട് ഇവയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കമ്പാരിസൺ ആണ്, നമ്മൾ പഠിച്ച 4 പ്രൈമറി സെൽസിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കാർബൺ, സിങ്ക്, അതുപോലെ തന്നെ ആൽക്കലൈൻ, മാംഗനീസ്, മെർക്കുറി, സിൽവർ ഓക്സൈഡ് 4 സെൽസിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ കാർബൺ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ളത് കാർബണും, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അമ്മോണിയം ക്ലോറൈഡുമാണ്. അതുപോലെ ആൽക്കലൈൻ്റെ കേസിലാണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് മാംഗനീസ് ഡയോക്സൈഡും, ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലൈനാണ്. അതുപോലെ മെർക്കുറിൻ്റെ കേസിലാണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് മെർക്കുറി ഓക്സൈഡും, ഇലക്ട്രോലൈറ്റ് ആൽക്കലൈനാണ്. അതുപോലെ സിൽവർ ഓക്സൈഡിൻ്റെ കേസിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് സിങ്കും അതുപോലെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് സിൽവർ ഓക്സൈഡ് പൊട്ടാസ്യം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വോൾട്ടേജസ്, അതുപോലെ തന്നെ എനർജി ഔട്ട്പുട്ട്, അതുപോലെ ടെമ്പറേച്ചർ റേഞ്ചസ്, അതുപോലെ അതിൻ്റെ ലൈഫ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും പ്രൈമറി സെൽസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നും അതിലുള്ള വർക്കിങ്ങിലും കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡറി സെൽസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഇനി നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ ബാറ്ററീൻ്റെ കേസിൽ ഇത്ര ഓം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 to 5 ഓം അതുപോലെ 2 ഓം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ, നമ്മളൊരു ബാറ്ററീനെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ
നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ലോഡിനെ കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ സെല്ലിൽ കണക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിൽ വ്യത്യാസം, അതായത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന വോൾട്ടേജിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇനി ലോഡ് എന്ന് പറയുന്നത്, ഒരു സെല്ലിലെ ലോഡ് എന്ന് പറയുന്നത് അത് എത്രമാത്രം കറണ്ട് അതിന് ആ സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം കറണ്ട് അവിടുന്ന് ആ സെല്ലിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്, സെല്ലിൻ്റെ ലോഡ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഈ ഒരു വോൾട്ടേജ്, അതായത് നമുക്ക് ഓരോ സെല്ലും പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് വേരി ചെയ്യുന്നത് അതിൻ്റെ ഓരോ സെല്ലിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ടാണ്. അതായത് ഇൻറ്റേർണൽ സെൽസ് എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന, അതായത് ആ സെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്യുവർ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ആയിരിക്കില്ല അല്ലേ. അവയ്ക്കൊക്കെ അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളുണ്ട്, നമ്മളിപ്പോൾ കണ്ടു. അതെല്ലാം പ്യുവർലി കണ്ടക്റ്റീവ് ആയിരിക്കണം എന്നില്ല അല്ലേ. പ്യുവർലി കണ്ടക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവയ്ക്കൊക്കെ അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ആണ് ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് കാരണമാകുന്നത്. ഇനി നമ്മൾ പ്രൈമറി സെൽസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അലാറം, അതുപോലെ തന്നെ കാർഡിയക് പേസ് മേക്കർ, അതുപോലെ ടോർച്ചസ്, ഹിയറിംഗ് എയ്ഡ്സ്, അതുപോലെ ട്രാൻസിസ്റ്റർ റേഡിയോസ്, വാച്ചസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സാധാരണ പ്രൈമറി സെൽസൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി സെൽസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡറി സെൽസ് പരിചയപ്പെടാം. താങ്ക് യു.